അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽ ഹിക്മുൽ അത്വാഇയ്യ എന്ന പ്രസിദ്ധമായ കിതാബാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരിയുടെ ഹിക്മത്തുകളടങ്ങുന്ന തസവുഫ് കടന്നു വരുന്ന, അതേപോലെ തന്നെ അഖീദ, ഒരു വിശ്വാസി പൂർണ്ണമായിട്ടും ഒരു അബ്ദ് എന്നുള്ള രൂപത്തിൽ വിധേയനാകേണ്ട കുറേ ചിന്തകൾ പങ്കുവെക്കുന്ന ഒരു മഹത്തായ കിതാബാണ് ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരിയുടെ അൽ ഹിക്മുൽ അത്വാഇയ്യ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ, ആ ഒരു തീരുമാനത്തിൽ നമ്മൾ ആരംഭിക്കണം. ആദ്യമായിട്ട് ഹിക്കമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഹിക്കമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ മഹാനായ ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരിയുടെ ജീവിതത്തിലേക്കുള്ള ചെറിയൊരു എത്തിനോട്ടം, അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ, അദ്ദേഹം കടന്നു വന്ന ഷാദിലി ത്വരീഖത്ത്, ഇതിനെക്കുറിച്ച് ചെറുതായി ഒന്ന് പറയുകയാണ്. സിൽസിലത്തു ദഹബ് റിഹ്ലത്തു ത്വരീഖത്ത് ഷാദിലിയ്യ. യഥാർത്ഥത്തിൽ ഷാദിലി ത്വരീഖത്ത് നമ്മൾക്കറിയാം, പ്രസിദ്ധമായ അബുൽ ഹസൻ അഷാദിലി, അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഷാദിലി ത്വരീഖത്തിൻ്റെ ആരംഭം യഥാർത്ഥത്തിൽ മഗ്രിബിൽ നിന്നാണ്, മൊറോക്കോയിൽ നിന്നാണ്. മഹാനായ അബുൽ ഹസൻ ഷാദിലി തങ്ങൾ ജനിച്ചത് മൊറോക്കോയിലാണെന്ന് ചുരുക്കം. ഷാദിലി ഇമാമ് മൊറോക്കോയിൽ ജനിച്ച് പിന്നീട് ഈജിപ്തിലേക്ക് താമസം മാറുകയായിരുന്നു, യാത്രയാവുകയായിരുന്നു. നമ്മൾ സാധാരണ പണ്ഡിതന്മാരുടെ ജീവിതത്തിലൊക്കെ പറയുന്ന റിഹ്ലാത്ത് ഇൽമിയ, പല കാരണങ്ങളാൽ അവർ യാത്രകൾ ചെയ്യാറുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് എത്തിയ പണ്ഡിതനാണ് മഹാനായ അബുൽ ഹസൻ ഷാദിലി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുരുവര്യരായിരുന്നു അബ്ദുസ്സലാം ഇബ്നു മഷീഷ്, അൽ ഉസ്താദുർ റൂഹി എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അബുൽ ഹസൻ ഷാദിലി തങ്ങളെ രൂപപ്പെടുത്തിയ, അദ്ദേഹത്തെ ഈ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയ, ഇന്നും മൊറോക്കോയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുസ്സലാം ഇബ്നു മഷീഷ്, മൗല ഇബ്നു മഷീഷ് അല്ലെങ്കിൽ മൗലായ അബ്ദുസ്സലാം എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹം അബ്ദുസ്സലാം ഇബ്നു മഷീഷ് തങ്ങളെ ശിഷ്യനായിട്ടായിരുന്നു അബുൽ ഹസൻ ഷാദിലി തങ്ങൾ ജനിക്കുന്നത്, അല്ലെങ്കിൽ ഉയർന്നു വരുന്നത്. പിന്നെ നമുക്കറിയാം, ത്വരീഖത്തിനെ കുറിച്ച് പരിചയപ്പെടുമ്പോൾ ഹിസ്ബുൽ ബഹർ പോലുള്ള ധാരാളം ഷാദിലി ത്വരീഖത്തിലെ ധാരാളം വിറുദുകൾ നമ്മുടെ നാടുകളിലൊക്കെ ഇതിന് പ്രചാരം, ഒരു അള്ളാഹുവിൻ്റെ പക്കലുള്ള സ്വീകാര്യതയ്ക്ക് കൂടി തെളിവാണ്. ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു വിറുദുകൾ, ഒരു ദിക്റുകൾ, ഇതൊക്കെ എല്ലായിടത്തും സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ധാരാളം നമ്മുടെ നാടുകളിലൊക്കെ എത്തിപ്പെട്ട പല ദിക്റുകളും ഇതൊക്കെ അവിടുന്ന് വന്ന് വരുന്നതാണ്. വേറെ ഏതോ രാജ്യങ്ങളിലൊക്കെ വിരചിതമായതാണ്. നമ്മൾ വെള്ളിയാഴ്ച ഒന്നും സ്വലാത്ത് ചൊല്ലാറുണ്ട്, വെള്ളിയാഴ്ച സ്വലാത്ത്. അതിൻ്റെ ഉറവിടം അങ്ങ് ദൂരെ മഗ്രിബിലാണ്. ഓക്കെ, അങ്ങനെ തുടങ്ങി ദലായിലുൽ ഖൈറാത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ ചെല്ലാറുള്ളത്. അപ്പോൾ ഏതൊരു ഗ്രന്ഥത്തിൻ്റെയും സ്വീകാര്യത, ഏതൊരു വിറുദിൻ്റെയും സ്വീകാര്യത, അതുപോലെ ഹിസ്ബുൽ ബഹറൊക്കെ നമ്മൾ പലപ്പോഴും നമുക്കിടയിൽ പ്രചാരം ലഭിച്ചൊരു കാര്യമാണ്, ഒരു ദിക്റാണ്, വിറുദാണ്. യെസ്, അപ്പോൾ അതിൻ്റെ സ്വീകാര്യതയാണെന്നർത്ഥം. പിന്നെ ഇത് മൊറോക്കോയിൽ നിന്ന് പോയി ഈജിപ്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മൊറോക്കോയിലുള്ളൊരു, അവിടെ ജനിച്ച ഒരു പണ്ഡിതൻ പോയിട്ട് ഈജിപ്തിൽ വാസമുറപ്പിക്കുന്നു. അവിടെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ത്വരീഖത്ത് ഇങ്ങനെ പ്രചാരം ലഭിക്കുന്നു. പിന്നീട് അവിടേക്ക് കടന്നു വരുന്നത്, മഗ്രിബിലേക്ക് കടന്നു വരുന്നത് മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി, അദ്ദേഹം ഈ ത്വരീഖത്തിലായിട്ട് തന്നെ കടന്നു വന്നു. മഗാരിബത്ത് പറയാറുണ്ടായിരുന്നു, ഹാദിഹി ബിലാഅത്തുന റുദ്ദത് ഇലൈന, ഞങ്ങളിൽ തന്നു പോയ സമ്പത്ത് ഇപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് തിരിച്ചു ലഭിച്ചത് എന്നവർ പറയാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മഗ്രിബിൽ നിന്ന് തുടങ്ങി തൂനിസിലേക്ക് അവിടെ കുറച്ച് കാലം നിൽക്കുന്നുണ്ട്.
പിന്നീട് മിസ്റിലേക്ക് എത്തുന്നു. മിസ്റിലാണ് യഥാർത്ഥത്തിലുള്ള മർക്കസ് ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞു ഇസ്കന്ദരിയയിൽ, അലക്സാണ്ട്രിയയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തർക്കീസ്. പിന്നെ ഈ മിസ്റിൽ നിന്നാണ് അബുൽ അബ്ബാസ് അൽ മുർസി എന്ന തൻ്റെ ഖലീഫ, തൻ്റെ ശിഷ്യനെ അദ്ദേഹം കണ്ടെത്തുന്നത്. മഹാനായ അബുൽ ഹസൻ ഷാദിലി തങ്ങൾ അബുൽ അബ്ബാസ് മുർസിയെയാണ് തൻ്റെ ഖലീഫയായിട്ട് നിശ്ചയിക്കുന്നത്. ത്വരീഖത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നീടുള്ള തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ, താൻ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തുടരാനൊക്കെ കണ്ടെത്തുന്നതും മഹാനായ അബുൽ അബ്ബാസ് അൽ മുർസിയെയാണ്. അതൊക്കെ മിസ്റിൽ നിന്നായിരുന്നു എന്നർത്ഥം. പിന്നെ അദ്ദേഹം വഫാത്ത് വരുന്നത് ഹുമൈസിറ എന്നുള്ള ഒരു മരുഭൂ പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ. ഈജിപ്തിൽ പോയവർക്കറിയാം, അല്ലെങ്കിൽ പോകുന്നവർക്കറിയാം, ഈജിപ്തിൻ്റെ സാധാരണ ധാരാളം പണ്ഡിതന്മാർ മറവിട്ട് കിടക്കുന്ന പ്രദേശമാണല്ലോ ഈജിപ്ത്. ഷാഫി ഇമാം അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ മറവിട്ട് കിടക്കുന്ന പ്രദേശമാണ് ഈജിപ്ത്. പക്ഷേ മഹാനായ അബുൽ ഹസൻ അഷാദിലി തങ്ങളുടെ മഖബറ എന്ന് പറഞ്ഞാൽ ഏറെ ദൂരത്താണ്. അദ്ദേഹം ഹജ്ജിന് പോകുന്ന സമയത്താണ് അദ്ദേഹം വഫാത്തായത് എന്നാണ്. പല സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ വഫാത്തിനെ കുറിച്ച് കാണാം. അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു എന്നുണ്ട് ചരിത്രത്തിൽ. ഒരിക്കലും തെറ്റ് ചെയ്യപ്പെടാത്ത ഒരു പ്രദേശത്ത് വെച്ചായിരിക്കണം എന്നെ പിടിക്കേണ്ടത്, എൻ്റെ റൂഹ് പിടിക്കേണ്ടത് എന്ന് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാം. അള്ളാഹുവിനെ ധിക്കരിക്കപ്പെടാത്ത ഒരു പ്രദേശത്ത് വെച്ചായിരിക്കണം എനിക്ക് മരിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് അഭിലാഷമുണ്ടായിരുന്നു എന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം എന്നോണം അദ്ദേഹം ഒരു സഹറായിൽ വെച്ചാണ്, ഒരു മരുഭൂമിയിൽ വെച്ചാണ് അദ്ദേഹം വഫാത്താവുന്നത്, ഈജിപ്തിൽ നിന്ന് കുറച്ച് വിദൂരത്ത് പോയിട്ടുള്ള. ഇതാണ് ഷാദിലി ത്വരീഖത്തിൻ്റെ ഒരു ചെറിയ ചിത്രം. പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഗ്രന്ഥകാരനിലേക്കൊക്കെ വരികയാണെങ്കിൽ അബുൽ ഹസൻ അഷാദിലി തങ്ങളുടെ ഖലീഫയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അബുൽ അബ്ബാസ് അൽ മുർസി. അബുൽ അബ്ബാസ് അൽ മുർസിയുടെ രണ്ട് ശിഷ്യന്മാരായിരുന്നു, പ്രസിദ്ധരായ രണ്ട് ശിഷ്യന്മാരായിരുന്നു. ഒന്ന് നമ്മുടെ മുസന്നിഫായ താജുദ്ദീൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി, രണ്ടാമത്തേത് മഹാനായ ബൂസീരി ഇമാം. നമ്മൾ കേട്ടതാണ്, നമ്മളെ അൽ ബുർദയുടെയൊക്കെ രചയിതാവായിട്ടുള്ള മഹാനായ ബൂസീരി ഇമാം. അപ്പോൾ അബുൽ ഹസൻ ഷാദിലി ത്വരീഖത്തിൻ്റെ ഒരു സ്ഥാപകനായിട്ട് വന്നു. ശേഷം ഒരു ഖലീഫയായിട്ട് മഹാനായ അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങൾ വരുന്നു. ഈ അബുൽ അബ്ബാസ് അൽ മുർസിയുടെ ശിഷ്യന്മാരായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഖലീഫമാരായിട്ടാണ് മഹാനായ താജുദ്ദീൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ വരുന്നത്, പിന്നെ മഹാനായ ബൂസീരി ഇമാം വരുന്നത്. അപ്പോൾ ഒരേ ഉസ്താദിൻ്റെ രണ്ട് ശിഷ്യന്മാരാണെന്നർത്ഥം. അപ്പോൾ ഈ അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങൾ അല്ലേ, ഒരു ഷെയ്ഖ് ആവുമ്പോൾ, ഒരു മുറബി ആവുമ്പോൾ, ആ ഒരു ഖലീഫയെ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യനെ വാർത്തെടുക്കുന്നതിൽ വലിയ സ്വാധീനം ഉണ്ടാവും. മഹാനായ ബൂസീരി ഇമാമിനെ വലിയൊരു മദ്ഹുൻ നബിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തസ്കിയത്തിൻ്റെ ഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് മഹാനായ അബുൽ അബ്ബാസ് മുർസിയാണ്. അതേപോലെ തന്നെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഒരു ഫഖീഹ് മാത്രമായിരുന്നു, ഒരു ശറഅ് പഠിക്കുന്ന ഒരു പണ്ഡിതൻ മാത്രമായിരുന്നു. അവിടെ നിന്ന് തസവുഫിൻ്റെ മേഖലയിൽ കൂടുതൽ പ്രശോഭിച്ച ഒരു ആളാക്കി മാറ്റുന്നത് മഹാനായ അബുൽ അബ്ബാസ് മുർസി തങ്ങളാണ്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഹവ്വലഹു മിൻ ഫഖീഹിൻ മുൻകിരിൻ ലിത്തസവുഫ്. തസവുഫിനെ വെറുക്കുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ അതൊരു ദൂരത്ത് നിന്ന് മാത്രം വീക്ഷിക്കുന്ന ആളായിരുന്നു മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി. ധാരാളം നമ്മുടെ ചരിത്രത്തിലൊക്കെ അങ്ങനെ കാണാം. ശരീഅത്ത് കൂടുതൽ അതിന്മേൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ആൾക്കാർക്ക് ത്വരീഖത്തിൻ്റെ ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ തസവുഫിൻ്റെ മേഖലയിൽ പ്രവേശിക്കുന്ന ആളുകൾ ഒരു അകൽച്ചയോടെ ആയിരിക്കും കാണുക. അവരുടെ ആ മേഖലയിലേക്ക് എത്തിപ്പെടാത്തത് കൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ പരിചയമില്ലാത്തത് കൊണ്ടുമാകാം. ധാരാളം പണ്ഡിതന്മാരെ കുറിച്ച് കാണാം, മഹാനായ ഇബ്നു ദഖീഖ് അൽ ഈദ് തങ്ങളെക്കുറിച്ച്. പിന്നീട് അവരൊക്കെ ഈ തസവുഫിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ, അതിൻ്റെ രുചി അറിയുമ്പോൾ അതിനെ സ്വീകരിച്ച്
അതിൻ്റെ വക്താക്കളായി മാറുന്നതും ചരിത്രത്തിൽ ധാരാളം കാണുന്നുണ്ട്. യെസ്, അബുൽ അബ്ബാസുൽ മുർസി യഥാർത്ഥത്തിൽ അന്തുലസിൽ നിന്നായിരുന്നു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈജിപ്ത് എന്നുള്ളത് ഒരു വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായതിനാൽ അവിടെ നിന്നതാണ്. സാധാരണ പറയാറുണ്ട്, ഖല അബുൽ അബ്ബാസുൽ മുർസി അലൽ ബൂസീരി ഹുല്ലത്ത് ഷിയർ വഖല അല ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഹുല്ലത്തൻ നസർ. അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ കവിതയുടെ ഷിയറിൻ്റെ വസ്ത്രം ബൂസീരി ഇമാമിനും നസറിൻ്റെ വസ്ത്രം മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിക്കും നൽകി എന്ന്. അപ്പോൾ ഒരാൾ ഷിയറിൽ അതിനിപുണനായി മാറി, ഒരാൾ നസറിൽ അതിനിപുണനായി മാറി. രണ്ടുപേരുടെയും ഗ്രന്ഥങ്ങൾ ഒരു സമാനതകളും ഇല്ലാത്ത രൂപത്തിൽ ലോകത്ത് സ്വീകാര്യമാവുകയും സ്വീകരിക്കപ്പെടുകയും ശറഹായിട്ടും മറ്റും അതിന് സേവനം ചെയ്യാൻ ധാരാളം പണ്ഡിതന്മാർ മുന്നിട്ട് വരികയും ചെയ്തു. സാധാരണക്കാരായ ആൾക്കാർക്കിടയിലും പണ്ഡിതന്മാർക്കിടയിലും ഇതൊക്കെ സ്വീകാര്യത ലഭിച്ചു. നമുക്കറിയാം ബുർദയുടെ നമുക്കിടയിലുള്ള സ്വീകാര്യത. അതേപോലെ തന്നെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഈ ഹിക്കമിനും ഇതേപോലെ സ്വീകാര്യത. പലപ്പോഴും പല ഷറഹുകളായിട്ടും അത് നളുമായിട്ടും നസറായിട്ടും അങ്ങനെ തുടങ്ങി പല വിധേനയും ഈ ഹിക്കമിന് ഹിദ്മത്ത് ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉസ്താദിൻ്റെ പക്കൽ നിന്ന് രണ്ട് മേഖലയിലേക്ക് തിരിഞ്ഞ് രണ്ട് പേർ ലോകം മൊത്തം സ്വീകാര്യത നേടുന്നു. ഒരു വലിയൊരു ബറക്കത്താണല്ലോ. യെസ്, അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു മാത്രമല്ല, മഹാനായ ബുർദയിലെ ചില വരികൾ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയുടെ ഹിക്കമുമായിട്ട് കണക്ട് ചെയ്യാവുന്നടക്കം സാധിക്കും. ഒരു ഉസ്താദിൽ നിന്ന് വരുന്നതാണല്ലോ. യെസ്. പിന്നെ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അബുൽ ഫളൽ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം അസ്സിക്കന്ദരി ഈജിപ്തിലേക്ക് വന്ന ഇതാണ്. ഇസ്കന്ദരയിൽ താമസമാക്കുന്നു. ഹിജ്റ 658 to 709 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം മാലിക്കി മദ്ഹബുകാരനായിരുന്നു. ശിഷ്യ അവിടെ ധാരാളം ആ പ്രദേശങ്ങൾ മാലിക്കി മദ്ഹബിൻ്റെ പ്രധാന ഏരിയയാണ്. മാലിക്കി മദ്ഹബുകാരനായിരുന്നു. യെസ്, ജാമിയ അൽ അസ്ഹറിലൊക്കെ പഠിപ്പിച്ച പണ്ഡിതനായിരുന്നു. പിന്നെ അദ്ദേഹം അതേപോലെ തന്നെ അദബിൽ ഉഷാറായിട്ടുള്ള നിപുണനായിട്ടുള്ള പണ്ഡിതനായിരുന്നു. അപ്പോൾ അത് ഈ രചനയിലും കൂടി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അൽ അദബുൽ അറബി എന്നുള്ളതിൽ നിപുണനായ പണ്ഡിതൻ കൂടിയായിരുന്നു മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി. നേരത്തെ പറഞ്ഞു, ആദ്യം അദ്ദേഹം ഈ തസൂഫിനെ നന്നായി വിമർശിക്കുന്ന ആളായിരുന്നു. മൻ ഖാല അന്ന ഹുനാലിക ഇൽമൻ ഗൈറല്ലദി ബിഐദീനാ ഫഖദ് ഇഫ്തറ അലല്ലാഹി അസ്സ വജൽ. നന്നായി വിമർശിക്കുന്ന ആളായിരുന്നു തസൂഫിനൊക്കെ. പിന്നീട് അദ്ദേഹം ഇതിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കാനുള്ള കാരണം, ഒരു ദിവസം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ അബുൽ അബ്ബാസുൽ മുർസിയുടെ ക്ലാസ്സിൽ പെടുകയാണ്. ക്ലാസ്സിലൊന്ന് ഇരിക്കേണ്ട സാഹചര്യം വന്നു. ക്ലാസ്സിലിരുന്ന അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ തനിക്ക് എന്തൊക്കെയോ ലഭിച്ച പോലെ അദ്ദേഹം വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ ഇബ്നു അത്താഇല്ലാഹി അബുൽ അബ്ബാസുൽ മുർസിയുടെ പക്കൽ നിന്ന് ലഭിച്ച ഒരു സംസാരത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഇങ്ങനെ തുറക്കപ്പെട്ട പോലെ, പ്രപഞ്ചങ്ങളൊക്കെ തനിക്ക് മുന്നിൽ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന പോലെ ഒരു വലിയൊരു വിശാലത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ഫീൽ ചെയ്യുകയാണ്. പിന്നെ അദ്ദേഹം വീണ്ടും അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുടെ മേലിൽ പോകുന്നു, അടുത്തേക്ക് പോകുന്നു, അവിടെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. അദ്ദേഹം ധാരാളം നസീഹത്ത് നൽകുന്നു. അങ്ങനെ ഈ പാതയിലേക്ക് കടന്നു വരികയാണ്. അവസാനം പറയുന്നുണ്ട്, ഇൽസം ഫവല്ലാഹി ലഇൻ ലസിംത ലതകൂനന്ന മുഫ്തിയൻ ഫിൽ മദ്ഹബൈൻ എന്ന് മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയോട് അബുൽ അബ്ബാസുൽ മുർസി പറയുന്നു. മാത്രമല്ല ലയകൂനന്ന ലക ശഅ്നുൻ അളീം എന്ന് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയോട് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വളർന്നു വന്നു. പ്രധാനപ്പെട്ട 2-3 കിതാബുകളാണ് തൻവീർ ഫി ഇസ്ഖാത്തി തദ്ബീർ. തദ്ബീർ, അല്ലാഹുവിൻ്റെ തദ്ബീറുകൾ ഇല്ല എന്ന് പറഞ്ഞവർക്ക് എതിരായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു കിതാബാണ് തൻവീർ ഫി ഇസ്ഖാത്തി തദ്ബീർ.
كتاب ألف للمتجردين لله تعالى أولئك الذين نفضوا أيديهم من التعلق المطلق بالأسباب المادية الخالصة بحثا عن الطمأنينة في التفويض عن تفويض الأمر لله تعالى. ഓക്കെ, അപ്പോൾ തൻവീർ ഫി ഇസ്ഖാത്തി തദ്ബീർ എന്നുള്ളൊരു സാധനം, ത്വായിഫുൽ മിൻ എന്നുള്ളൊരു സാധനം, മഹാനായ അബുൽ അബ്ബാസ് മുർസി തങ്ങളെയും അബുൽ ഹസൻ ഷാദിലി തങ്ങളെയും തർജ്ജമ ചെയ്യുന്ന കിതാബാണ് കിതാബുൽ ത്വായിഫുൽ മിനൻ. ത്വായിഫുൽ മിനൻ ഫി തർജ്ജമത്തി അബുൽ അബ്ബാസ് മുർസി വ അബുൽ ഹസൻ, അങ്ങനെയാണ് അതിൻ്റെ പേര് വരുന്നത്. പിന്നെ മറ്റൊന്നുള്ളത് അൽ ഹിക്കമുൽ അത്വാഇയ്യ എന്നതാണ്. വഅയ്ളൻ അൽ ഹിക്കമുൽ അത്വാഇയ്യ എന്നുള്ളത് 264ഓളം ഹിക്മത്തുകളുണ്ട്. ഹിക്മത്തുകൾ ഇൻഷാ അല്ലാഹ്, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു തത്വങ്ങൾ, ചെറിയ വാക്യങ്ങളായിരിക്കും, വലിയ അർത്ഥങ്ങൾ ഇങ്ങനെ ഉള്ളടങ്ങിയ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാനുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ അവസാനിക്കുന്നത് ഒരു അള്ളാഹുവിനോടുള്ളൊരു മുനാജാത്ത് കൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ കിതാബുകൾ, ഈ കിതാബ് ഹിക്കമുൽ അത്വാഇയ്യ എന്നുള്ളത് മുസ്ഹഫ് സൂഫിയായിട്ട് അറിയപ്പെടാറുണ്ട്. സൂഫികളുടെ മുസ്ഹഫ്. ചില സൂഫികളൊക്കെ ഇങ്ങനെ പറയുന്നത് കാണാം, ലൗ ജാസ ഖിറാഅത്തു ഗൈരിൽ ഖുർആനി ഫി സ്വലാത്തി ലജാസ ബിൽ ഹിക്കമിൽ അത്വാഇയ്യ. നിസ്കാരത്തിൽ ഖുർആൻ അല്ലാത്ത വേറെ എന്തെങ്കിലും ഓതാൻ പറ്റുകയാണെങ്കിൽ അത് ഏതുകൊണ്ട് പറ്റേണ്ടിയിരുന്നു? ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ ഈ ഹിക്കമ കൊണ്ട് പറ്റേണ്ടിയിരുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെ തുടങ്ങി ഇതിൻ്റെ വിശാലത അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം ഇന്നും ധാരാളം അറിയപ്പെട്ട സ്ഥാപനങ്ങളിലെല്ലാം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥം. ഇതിൻ്റെ ഷുറൂഹ് ധാരാളം ഷർഹുകൾ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇബ്നു അബ്ബാദ് അർ-റുന്ദി ഇദ്ദേഹത്തിൻ്റെ കിതാബ് മിക്കവാറും നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവാറുള്ള ഒരു കിതാബാണ്. മറ്റൊന്ന് ഇബ്നു അജീബ തങ്ങളുടെ ഈഖാദുൽ ഹിമം ബിശറഹിൽ ഹികം, ഈഖാദുൽ ഹിമം ബിശറഹിൽ ഹികം മറ്റൊരു മൊറോക്കോ പണ്ഡിതനായിരുന്നു. നമ്മുടെ തഫ്സീർ ഇഷാരിയുടെ ഒക്കെ പണ്ഡിതനായിരുന്നു മഹാനായ ഇബ്നു അജീബ തങ്ങൾ. മറ്റൊന്ന് ഈ കാലത്ത് സമകാലത്ത് വിരചിതമായ ഒരു സാധനമാണ് അല്ലാമ ഇബ്നു മുഹമ്മദ് സഈദ് റമദാൻ ബൂത്തി തങ്ങളുടെ അൽ ഹിക്കമുൽ അത്വാഇയ്യ ശർഹും വ തഹ്ലീൽ എന്നുള്ള കിതാബ്. നമ്മുടെ ഒരു 4 വാള്യങ്ങളോളമുള്ള 4-5 വാള്യങ്ങളുള്ള പ്രധാനപ്പെട്ട എല്ലാവർക്കും എങ്ങനെ ഹിക്കമുൽ അത്വാഇയ്യ എന്നുള്ളത് വെറും ത്വരീഖത്തിൻ്റെ ആളുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇതെന്താണ് അത്യാവശ്യമാണ്, അറിയേണ്ട അത്യാവശ്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സമർത്ഥിക്കുന്ന, നന്നായി വിശദീകരിക്കുന്ന മഹാനായ സയ്യിദ് റമദാൻ ബൂത്തിയുടെ കിതാബ്. അദ്ദേഹത്തിൻ്റെ വീഡിയോകളും അവൈലബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ കഴിയുന്ന രൂപത്തിലൊക്കെ അത് കേൾക്കാനും ശ്രവിക്കാനും അതുപോലെ തന്നെ ഉപകാരം എടുക്കാനും അല്ലേ, നമുക്ക് വെറുതെ അല്ലല്ലോ കേൾക്കണത്, ഉപകാരം എടുക്കാനല്ലേ. മഹാനായ അഹ്മദ് സറൂഖ് അദ്ദേഹത്തിൻ്റെ ഷർഹുകൾ, അദ്ദേഹത്തിന് ഏകദേശം ഒരു 20 ഷർഹൊക്കെ ഉണ്ടെന്നാണ്, 22 ഷർഹോളം ഉണ്ടെന്ന് പലയിടത്തും കാണാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു തബറുക്ക് എന്നുള്ള രൂപത്തിൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഷർഹ് ചെയ്യുകയായിരുന്നു ഈ ഹിക്കമികൾക്ക് എന്ന്. ഇതിൻ്റെ ഒരു നളുമ ആണ് അൽ വാളിഹുൽ മിൻഹാജ് ബി നളുമി മാലി താജ് എന്നുള്ള മറ്റൊരു നളുമ. അബ്ദുൽ കരീം ബിന്നീസ് അൽ ഫാസി അല്ലേ, ഫെസ് എന്ന് കേട്ടിട്ടുണ്ടാവും, ഫാസ്, അവിടെയുള്ള ഒരു പണ്ഡിതൻ രചിച്ച അൽ വാളിഹുൽ മിൻഹാജ് എന്നുള്ള ഗ്രന്ഥം. അപ്പോൾ ഇതാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഒരു കിതാബ്. അദ്ദേഹത്തിൻ്റെ മദ്ഹബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തുരീഖത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ചെറുതായിട്ട് നമ്മുടെ കിതാബിനെ കുറിച്ചും പറഞ്ഞു. അത് അല്ലേ ഷാദിലി എന്നുള്ളത് അല്ലെങ്കിൽ ഈ കിതാബ് ഇതിലൂടെ ധാരാളം വ്യാപിച്ചു. അതിന് വ്യാപനത്തിന് ഇങ്ങനത്തെ ഓരോ ഗ്രന്ഥങ്ങളും കാരണമാകുന്നു. അപ്പോൾ കൂടുതൽ വായനകൾക്കും മറ്റൊക്കെ വിധേയമാക്കുക. ശുക്രാൻ, ജസാക്കുമുല്ലാഹു ഖൈർ, വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.